ഹൈദരാബാദ് ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ച് 32 പേർക്ക് ദാരുണാന്ത്യം. കുർണൂൽ ജില്ലയിലെ ചിന്ന തെഗുരു ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കാവേരി ട്രാവൽസിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് ഒരു ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് വിവരം. 42 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ചേരുന്നു. ജിഷ്ണു, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ബസ് തീപിടിച്ച് ബസ്സിനുള്ളിൽ കുടുങ്ങി വെന്തുരുകി 32 പേർ മരിക്കുകയാണ്. വിവരങ്ങൾ. കൃഷ്ണാജ്, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായിട്ടുള്ളത്. ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ കുർണൂൽ ഗ്രാമത്തിലെ ചിന്ന തെക്കുരു മേഖലയിൽ വെച്ചാണ് ബസ്സിന് തീപിടിച്ചത്. അതിൽ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ബസ് ബൈക്കിന് ഇടിക്കുകയും ബസ്സിനടിയിലേക്ക് ബൈക്ക് നീങ്ങി അത് നിരങ്ങിയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ആ തീപിടുത്തത്തിൽ ബസ്സിന് പൂർണ്ണമായും തീപിടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 42 യാത്രക്കാർ ബസ്സിനുള്ളിലുണ്ടായിരുന്നു. ബസ്സിനുള്ളിൽ തീപിടിച്ചതോടെ ചിലർ ബസ്സിൻ്റെ ജനൽ ചില്ല് കൊണ്ട് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ബസ്സിനകത്തുണ്ടായിരുന്ന 32 പേരാണ് കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ബസ്സിനുള്ളിൽ തീപിടിച്ച് മരിച്ചിട്ടുള്ളത്. അഗ്നിശമന സേന സ്ഥലത്തെത്തുമ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാവേരി ട്രാവൽസിന്റെ ബസ്സിനാണ് തീപിടിച്ചിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അവർക്ക് എല്ലാ പിന്തുണയും നൽകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ബസ്സിന് തീപിടിച്ചത്. ബസ് ബൈക്കുമായി കൂട്ടിയിടിക്കുകയും ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് ഉരഞ്ഞു നീങ്ങുകയും അത് തീപിടുത്തത്തിന് കാരണമായി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ബസ്സിന് തീപിടിച്ചതോടെ ചില യാത്രക്കാർ 12ഓളം പേർ ബസ്സിൻ്റെ ജനൽ ചില്ല് തകർത്ത് പുറത്തേക്ക് രക്ഷപ്പെട്ടു. 32 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ച് 32 പേർ മരിച്ചു. കുർണൂൽ ജില്ലയിലെ ചിന്ന തെഗുരു ഗ്രാമത്തിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ സംഭവമുണ്ടായത്. ഒരു ബസ് കൂട്ടിയിടിച്ച് ബൈക്ക് ബസ്സിന് അടിയിലേക്ക് ഉരഞ്ഞു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അപകട കാരണമായി പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.